ഈ പ്രദേശത്തെ നാട്ടുകാരുടെ മാത്രം നിയന്ത്രണത്തിലുള്ള വിളക്കാഘോഷ കമ്മിറ്റിയുടെ ഇതുവരെയുള്ള പ്രവർത്തന ഫലമായി ഈ വിളക്കാഘോഷത്തിന്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് കേട്ടോ. വളരെ ചെറിയ തോതിൽ 80 വർഷം മുൻപ് തുടങ്ങിയ ഈ വിളക്കാഘോഷം ഇന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ക്ഷേത്രോത്സവങ്ങളിൽ മുഖ്യ സ്ഥാനം വഹിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ പുത്തഞ്ചിറയിലെ പുരാതനമായ പകരപ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടക്കുന്ന നമ്മുടെ ഈ വിളക്കാഘോഷം ഇത് 81ാം വർഷമാണ്. വിളക്കാഘോഷത്തിന് ആരംഭം കുറിച്ച സാരഥികളെയും ഇതുവരെ പ്രവർത്തിച്ച എല്ലാ സംഘാടക സംഘങ്ങളെയും ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. അങ്ങനെ വർഷത്തിൽ ഒരിക്കൽ കിഴക്കുംപറമ്പത്ത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും സുബ്രഹ്മണ്യൻ തൻ്റെ സഹോദരനായ അയ്യപ്പനെ ദർശിക്കുവാനായിട്ട് കാവടി ആഘോഷത്തോടെ പകരപ്പള്ളി ക്ഷേത്രത്തിൽ എത്തുന്നതാണ് വിളക്കാഘോഷത്തിൻ്റെ ഐതിഹ്യം. ദേശവിളക്കിന് കാവടി ആഘോഷം ഈ വിളക്കിൻ്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. ഈ ചടങ്ങിന് മോടി കൂട്ടുവാനായിട്ട് വിവിധ സംഘങ്ങൾ അവരുടെ കാവടികളും അവതരിപ്പിക്കും. വളരെ നല്ല രീതിയിൽ നടത്തപ്പെടുന്ന ഈ ദേശവിളക്കിൻ്റെ ആഘോഷത്തിന് ജാതി മതമന്യേ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പകരപ്പള്ളി സെൻറ്ററിൽ നിന്നാണ് കേട്ടോ ഇതിന് തുടക്കം കുറിക്കുന്നത്. അവിടെ വച്ച് കുറേ സെറ്റ്, അതായത് ഓരോരോ സെറ്റുകളായിട്ട് കാവടി ആടി ചെണ്ടമേളത്തോടെ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. അതിന് ശേഷമാണ് അവരെല്ലാവരും നമ്മുടെ ക്ഷേത്ര ഗ്രൗണ്ടിലേക്ക് വരുന്നത്. എന്നിട്ട് ഈ സെറ്റുകളെ എല്ലാം കൂടെ ഒരുമിച്ച് ആടും. അതൊരു പ്രത്യേകതരം കാഴ്ചയാണ് കേട്ടോ. തൃശ്ശൂർ പൂരവും ഉത്സവവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അതിൽ നിന്ന് വേറിട്ടിട്ടുള്ള ഒരു കാവടിയാണ് മെയിനായിട്ടുണ്ട്. പല ടൈപ്പ് കാവടീനെ കാണാം, ടാബ്ലോസ് കാണാം. അങ്ങനെ ഈ വർഷം ചേട്ടനില്ല കേട്ടോ. ചേട്ടനും ഭയങ്കര മിസ്സിങ് ആണ്. ഈ ദേശത്തിൻ്റെ ഏറ്റവും ഭയങ്കര ആഘോഷങ്ങളിൽ ഒന്നാണ് ഇവിടുത്തെ ദേശവിളക്ക്. അപ്പം ഞങ്ങളിതേ വീട്ടിൽ നിന്ന് കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. തുടങ്ങി കാണാൻ പറ്റിയില്ല. ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ചെറിയച്ഛനും ചിറ്റയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെയൊക്കെ അവർക്കൊക്കെ ചായയൊക്കെ കൊടുത്ത് വന്നപ്പോൾ ഒരു നേരമായി, ഉച്ചയായി. ഒരു 12-12:30 ആയിട്ടുണ്ടാവും ഈ സമയത്ത്. ശരിക്കും 2-2:30 വരെ ആടും. അതിന് ശേഷം അവർക്ക് ബ്രേക്കാണ്. പിന്നെ വൈകുന്നേരമാണ് കേട്ടോ. പിന്നെ ചേട്ടൻ്റെയും ചിന്നുവിൻ്റെയൊക്കെ കൂടെ പഠിച്ചവരെയും എല്ലാവരെയും കാണാൻ പറ്റിയ ഒരു അവസരമാണ് കേട്ടോ. എല്ലാവരും ഏത് നാട്ടിലാണെങ്കിലും ഈ സമയത്ത് ഇവിടെ ഇത് കൂടാൻ വേണ്ടിയിട്ട് ദേശവിളക്കിൻ്റെ അന്ന് നാട്ടിലുണ്ടാവും. അങ്ങനെ ഞങ്ങളങ്ങനെ ചെറിയൊരു മഴക്കാരുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വർഷവും നല്ല മഴക്കാരും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്നേ വരെ മഴ പെയ്തിട്ടില്ല. മഴ പെയ്തു കഴിഞ്ഞാൽ അവസ്ഥ അറിയാലോ, കാവടിയെല്ലാം കയറ്റി വെക്കേണ്ടി വരില്ലേ. ഇന്നേ വരെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അയ്യപ്പൻ്റെ അനുഗ്രഹമായിരിക്കും. ഇവിടുത്തെ അയ്യപ്പന് ഭയങ്കര ചൈതന്യമാണ് കേട്ടോ. അമ്പലത്തിലെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. വൈകുന്നേരം ദീപാരാധനയുണ്ട്, പിന്നെ താലമുണ്ട്. അമ്മ താലമൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. ഇത് ഈ കളറ് ഷർട്ട് കാണുന്നത് ഞങ്ങളുടെ ക്ലബിൻ്റെ അമ്പലനട സംഘമാണ് കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പാണ്. ചേട്ടനുണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ ഇവിടെ തകർത്തേനെ. ചാരും ലച്ചുമൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരിക്കുക. അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ കുളിച്ച് ഒരുങ്ങി ദീപാരാധന തൊഴാനായിട്ട് എത്തിയിരിക്കുകയാണ്. നല്ല ആൾക്കാരുണ്ടായിരുന്നു. താലം കയറി. പിന്നെ അവിടെ നിന്ന് തുള്ളി വരുന്നത് അയ്യപ്പനാണ് കേട്ടോ. തുള്ളിക്കയറി വരുന്ന അയ്യപ്പസ്വാമിനെ കണ്ട് പിന്നെ
അമ്പലത്തിൽ ദീപാരാധന സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞങ്ങളിത് ദീപാരാധന തൊഴാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. ദീപാരാധന കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര ഖദിന ഉണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് അയ്യപ്പനെ നന്നായിട്ട് കണ്ട് തൊഴുത് കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ തന്നെ അമ്പലമുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും പകരപ്പള്ളി സെൻറ്ററിലോട്ട് എത്തി. അവിടെ രാവിലത്തെ പോലെ തന്നെ അതിലും ഗംഭീരമായിട്ടുള്ള ചെണ്ടമേളവും കാവടിയാട്ടം ഉണ്ട് കേട്ടോ. കാവടിയാട്ടം അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല, ചെണ്ടമേളം ഒരു രക്ഷയില്ലാത്ത ചെണ്ടമേളമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ല ചെണ്ടമേളം കേൾക്കാൻ? അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ ചെണ്ടമേളമൊക്കെ ആസ്വദിച്ച് അവിടെ ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ വീടുണ്ട് വടക്കേ വളപ്പിൽ, അവിടെ പോയി കുറച്ച് നേരം ഇരുന്ന്. അപ്പോഴേക്ക് ചാരുവിൻ്റെ കാലുവേദനയായി, ഉറക്കം വരാറായി. 10 മണി കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇത്രയും വലിയ ബഹളത്തിനിടയിലും ഉറക്കം വന്നാൽ എവിടെയാണെങ്കിലും ഉറങ്ങാൻ പറ്റണം, അല്ലെങ്കിൽ ഭയങ്കര സീനാണ്. അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ആസ്വദിച്ച് ഞങ്ങൾ ചാരുവിനെ ലച്ചുവിനൊക്കെ ആയിട്ട് അവിടെ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് പിന്നെ വീണ്ടും ഞങ്ങൾ അമ്പലത്തിലോട്ട് തന്നെ പോയിട്ടോ. ഈ കൊട്ട് ഇനിയിപ്പോൾ ഇവിടെ ഈ സെൻറ്ററിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ അമ്പലത്തിലോട്ട് പോയി നേരെ ഉച്ചയ്ക്ക് എങ്ങനെയായിരുന്നു അതിൻ്റെ റിപ്പീറ്റേഷനാണ് കേട്ടോ. അതും ഒരു 2 മണി 3 മണി വരെ നീളും കേട്ടോ. എല്ലാം കഴിയുമ്പോഴേക്കും വെളുപ്പിനാവും. അപ്പം ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് ഉറക്കമില്ല. വർഷത്തിലൊരിക്കലല്ലേ ഉള്ളൂ. എത്ര ഉറക്കം വിളിച്ചാലും നമുക്ക് ഇന്നത്തെ ദിവസം ഒരു ക്ഷീണവും തോന്നില്ല. ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന ദിവസം എല്ലാവരും.